ഓക്കെ കിട്ടൂല നോക്കാം. ഞങ്ങൾ കൊറേ നോക്കി ഗൈസ്, എല്ലാം സൈറ്റ് ഭയങ്കര ബഗ്ഗായിരുന്നു. അപ്പൊ അടിക്കാം. കിട്ടി മക്കളെ, കിട്ടി. പൂജ അമലിന്റെ പൂജയുടെ +2 റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കൊടുക്കാം, നിങ്ങൾ ഇതൊന്ന് കാണണം. ദാ പൂജ ബി. എല്ലാവർക്കും നമസ്കാരം. പൂജ അമൽ രണ്ടുപേരെ അറിയാലോ, മണ്ണപ്പൻ ചുട്ട് കളിക്കേണ്ട പ്രായത്തിൽ പോയി കല്യാണം കഴിച്ച 2 പിള്ളേരാണ്. ഓക്കെ, ഇന്ന് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. +2 റിസൾട്ട് വന്നു പൂജയുടെ. ഏതാണ്ട് കല്യാണം കഴിച്ചിട്ട് 1 വർഷം ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. 18 ആവും മുമ്പേ പോയി കിട്ടിയ, അതിന് ശേഷം കിട്ടിയ എന്തേലും ആവട്ടെ. എന്തായാലും ഇടയ്ക്ക് പഠിത്തമൊക്കെ മുടക്കിയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ +2 എഴുതേണ്ട ഒരു ഇത് വരില്ല. എന്തേലും ആവട്ടെ. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. എനിക്ക് ഇങ്ങനെ സ്കൂളിൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക അല്ലാണ്ട് പോയിട്ട് കല്യാണം കഴിക്കുന്നതിനോടൊന്നും എനിക്ക് ഒരു യോജിപ്പുമില്ല. അങ്ങനെ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കും. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അല്ലാണ്ട് പോയി കല്യാണം കഴിച്ച് വലിയ സംഭവമാണ്. നമ്മൾ കൊട്ടും കോരവൈ മാളുകളിലേലും മിഠായി എന്നുള്ള സെറ്റപ്പിൽ ഇതിലൊന്നും എനിക്ക് യോജിപ്പില്ല. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിക്കും, അവരടിപൊളിയായിട്ട് ജീവിക്കുന്നില്ലടോ കേട്ടോ എന്നൊക്കെ ചോദിക്കും. അവരടിപൊളിയായിട്ട് ജീവിക്കാതിരിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അവരെന്തെങ്കിലും ചെയ്യട്ടെ, ജീവിക്കരുതെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ അവർ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ എന്തോ വലിയ സംഭവം പോലെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കാണിക്കുമ്പോൾ എനിക്ക് അതിനോട് യോജിപ്പില്ല. ഞാൻ എതിർക്കുക തന്നെ ചെയ്യും, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഞാൻ ഇനി എപ്പോഴും എതിർത്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇങ്ങനത്തെ ഈ സ്കൂളിൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക അല്ലാണ്ട് പോയി കല്യാണം കഴിച്ചെന്ന് നമുക്ക് യോജിപ്പില്ല. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ വിഷയം +2 റിസൾട്ട് വന്നു. +2 റിസൾട്ട് വന്നപ്പോൾ പൂജ പറയുന്നു പൂജയ്ക്ക് 90% മാർക്കടേ, പക്ഷേ A+ ഇല്ല. അതെന്താണ് അങ്ങനെയെന്നാണ് ഞാൻ ആലോചിച്ചത്. എന്തായാലും നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇവള് +2 തോറ്റോന്ന് വരെ എനിക്ക് സംശയമുണ്ട്, ദൈവത്തിനറിയാം. എന്തായാലും തോൽക്കാതിരിക്കട്ടെ, ജയിക്കട്ടെ. അല്ല പൊന്നുമക്കളെ, എട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. ഇടയ്ക്ക് പഠിച്ച് പിരിഞ്ഞു തന്നെ അവർക്ക് വേറെ അവൻ്റെ കൂടെ ഒരു ഓട്ടം ഓടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിഹിത കഥകളൊക്കെ എടുത്ത് വിളമ്പുന്നുണ്ട്. എല്ലാം നല്ലത് വരട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ പൂജ അമലിൻ്റെ പൂജയുടെ +2 റിസൾട്ട് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഗച്ചിക്കാലൻ അവരെ ചിരി നോക്ക്, അവന്റെ കുറുമ്പിയുടെ റിസൾട്ട് വരുന്ന ഹാപ്പിനെസ്സിലാണ് അവൻ. ഇന്ന് സ്പെഷ്യൽ വീഡിയോ. ഇടയ്ക്ക് നീ ഒരു സ്പെഷ്യൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പണ്ട് നിങ്ങളെ പോലീസ് പൊക്കിയ പാറയുടെ അടിയെന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ. ഇങ്ങനെ എന്ത് എവിടെ എപ്പോൾ ചെയ്യണമെന്നുള്ള അറിയത്തില്ല. അതായത് പണ്ടെങ്ങാണ്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ നല്ല കാര്യമൊന്നുമല്ല. ഏതൊക്കെയോ കോപ്രായങ്ങളൊക്കെ പിന്നെ വന്നിട്ട് അഭിമാനത്തോടെയൊക്കെ പറയുന്നത്, പണ്ട് നമ്മളെ പോലീസ് നോക്കിയ പാറയുടെ അടിയെന്ന്. ഈ സെറ്റപ്പിലൊക്കെ സംസാരിക്കുന്ന വിവരമില്ലാത്ത വിവരക്കേടുകളാണ് വിളിച്ച് പറയുന്നത്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരു പ്രായം കഴിയുമ്പോൾ തോന്നും കാണിച്ചതും കാട്ടിക്കൂട്ടിയതൊക്കെ വിവരക്കേടുകളായിരുന്നു. ഓക്കെ, അപ്പോൾ പൂജാമൽ, അതിൽ പൂജയുടെ റിസൾട്ടാണ് സുഹൃത്തുക്കളെ, +2 റിസൾട്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. അതെ, അപ്പൊ എല്ലാരും മുന്നിട്ട് റിസൾട്ട് അറിയാൻ എന്തായാലും ആകാംക്ഷയോടെ ഇരിക്കുമായിരിക്കും. കാരണം നമ്മള് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ചോദിക്കും എന്തോ റിസൾട്ട്. അപ്പൊ എന്തായാലും അല്ല, പൊന്നുവിന്റെ റിസൾട്ട് അറിയാൻ ഇവിടെ ആകാംക്ഷയൊന്നുമില്ല. ഞാനത് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റെക്കമെൻഡേഷൻ വരുന്നു ഈ വീഡിയോ. അങ്ങനെ എടുത്തു വെച്ച് നോക്കിയപ്പം വീട്ടിത്തരങ്ങളുടെ ഒരു ഘോഷയാത്ര നടക്കുന്നുണ്ട്, കാണാം. റിസൾട്ട് കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, റിസൾട്ട് ചെക്ക് ചെയ്യാം. സമയം എത്ര പോ ഓടിപ്പോ. 3 മണിയായി. 3 മണിയായി. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക്. കുഞ്ഞുമോളെ ചെക്ക് ചെയ്യും. നമുക്ക് ലൈവ് അപ്ഡേറ്റ് കാണാം. ഓക്കെ, അയ്യോ ഗൈസ്, നമ്മൾ നോക്കാൻ പോണു ഗൈസ്. എന്ത് സൈറ്റൊക്കെ ഇവിടെ നോക്കുവാണ്, സെർച്ച് ചെയ്തോണ്ടിരിക്കുക. ഇത്ര കാര്യമൊന്നുമില്ല, എടുത്തടിയില്ല. +2 റിസൾട്ട് 2026 ജയിച്ചു കഴിഞ്ഞാൽ പൊന്നൂര് ഇന്ന് എന്റെ വക ഫുൾ ചെലവാണ് ഗൈസ്. ഫുൾ ചെലവെന്ന് പറഞ്ഞാൽ ഫുൾ ചെലവാണ് ഗൈസ്. ഓക്കേടാ കുട്ടാ. ഗൈസ്, കേരളം ഒന്നടങ്ങി കാത്തിരിക്കുന്ന റിസൾട്ടാണ് ഗൈസ്. കേരളം ഒന്നടങ്ങി കാത്തിരിക്കുന്നത് എന്തോന്ന്, വേൾഡ് കപ്പ് പോലാണ് അല്ലല്ല, പിന്നെ ഉണ്ടായിരിക്കും. കേരളം ഒന്നടങ്ങി കാത്തിരിക്കുന്ന റിസൾട്ടൊന്നും ഒന്നീ തോക്കും അല്ലെങ്കിൽ ജയിക്കും. അല്ലാണ്ട് ഇനിയിപ്പം കൊടൂര മാർഗമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലല്ലോ.
എടാ അപ്പോൾ ചോദിക്കും നീ പഠിച്ചില്ലടാ. എനിക്ക് +2 അഭിമാനം ഭയങ്കര മാസം കാണിച്ചൊന്നും പറയുന്നില്ല, എങ്കിലും 2 A+ ബാക്കി 4 A ആയിരുന്നു. ഇപ്പം 6 വിഷയം തന്നെ. കുറേ കാലമായില്ല ഞാനൊക്കെ +2 ഞാൻ എഴുതുമ്പോൾ 6 വിഷയമായിരുന്നു. ഇപ്പം എത്ര വിഷയമൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, നോക്കാറില്ല. അന്ന് എനിക്ക് 2 A+ ബാക്കി Aയുമായിരുന്നു. ഇംഗ്ലീഷ് മലയാളത്തിന് A+, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എക്കണോമിക്സ് ഇത്രയും A ആയിരുന്നു. ഞാൻ ചെറിയൊരു ബുദ്ധിയായിരുന്നു. അബൌട്ട് അതൊക്കെ ഒരു കഴിഞ്ഞ കാലം. എനിക്ക് കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. എന്താ മാതിരി ചിരിപ്പിക്കല്ലാട്ട പൊന്നെ. ഇടക്കിടക്ക് എന്താ കട്ട് ചെയ്യണോ തോറ്റ? ഗുഡ്. നമ്മള് സത്യം പോലെ തന്നെ പറഞ്ഞാ മതി. പക്ഷേ ലൈവ് ഒന്നും അല്ലല്ലോ, വീഡിയോ എടുത്ത് വെച്ച് അപ്ലോഡ് ചെയ്യാനല്ലേ. നോക്കിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. നോക്കടാ കുട്ടാ. ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഫുൾ ചെലവ് എന്റെ വകയാണ് ഗൈസ്. അപ്പം ഇപ്പൊ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മള് പോവാണ് ഗൈസ്. ഇവിടെ ഒരു മാള് തുടങ്ങിയിട്ടുണ്ട്. ചോയ്സ് മാളിലോട്ട് അങ്ങ് അടിച്ച് കേറുവാണ് ഗൈസ്. ഗൈസ് നമ്മൾ ഓരോ ഏതാ പിന്നെ എന്റെ പൊന്നു പിള്ളേരെ, റിസൾട്ട് ഒക്കെ അറിയാമോ? ഇവിടെ +2 റിസൾട്ട് 2026 നടി. അതിൽ നിന്ന് തന്നെ ഏതെങ്കിലും വെബിൽ വരുന്നതിൽ കയറിയാലും മതി. ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും കുറെ റിസൾട്ടുകളൊക്കെ നോക്കി തന്നെ. അയ്യോ ജാമാണ് ഗൈസ്, ഒടുക്കത്തെ ജാം ഗൈസ്. നമ്മള് സെർച്ച് ചെയ്തിട്ട് ഇപ്പൊ ഇതുവരെ ഒന്നും വന്നില്ല ഗൈസ്. നമ്മള് ചെക്ക് ചെയ്തൊന്നും ഇല്ലയോ. പൊന്നിവിടെയാണ് ഗൈസ്. ടെൻഷൻ അടിച്ചിരിക്കും. പൊന്നുമല്ല പൂജ ചെക്ക് ചെയ്തോണ്ടിരിക്കോ. വല്ല നടക്കോടെ ഞാൻ പോണു പോക്കു. സെർവർ എററാണ് ഗൈസ്. എല്ലാരും കൂടെ കേറി സെർവർ എററാക്കാതെ. പൂജയുടെ കണ്ടുപിടുത്തം. എപ്പോൾ നോക്കിയാലും കുഴപ്പമില്ല, നമ്മുടെ റിസൾട്ട് അവിടെ തന്നെ കാണുമെന്ന്, മാഞ്ഞു പോകത്തില്ല എന്നാണ് നമ്മുടെ പൂജ കണ്ടുപിടിച്ച് പറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇത്രയും കെങ്കേമമായിട്ടുള്ള അറിവൊക്കെ പൂജയ്ക്കുണ്ടായിരുന്നു അല്ലേ? നോം അറിഞ്ഞില്ല. ഉണ്ണി ഒന്ന് വെച്ചിരുന്നെങ്കിൽ നോം അറിഞ്ഞേനെ. കുഴപ്പമില്ല, പതുക്കെ നോക്കിയാൽ മതി. എപ്പോൾ നോക്കിയാലും റിസൾട്ട് അവിടെ തന്നെ എന്നാണ് പൂജ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പതുക്കെ നോക്കിയാൽ മതി. റിസൾട്ടൊക്കെ 2 മാസം കഴിഞ്ഞ് നോക്കിയാലും മതി എന്നാണ് പൂജ പറയുന്നത്. എപ്പോൾ നോക്കിയാലും അവിടെ തന്നെ റിസൾട്ട് കാണും. കണ്ടുപിടുത്തം വേറെ ആർക്കും ഇത് അറിഞ്ഞൂടായിരുന്നു. ആദ്യമായിട്ട് പൂജ കണ്ടുപിടിച്ചതാ. കൊള്ളാം, കിടുക്കായി. അപ്പൊ ഗൈസ് നമുക്ക് എക്സാമിനേഷൻ പോർട്ടൽ കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് പോർട്ടലാണ് എന്തെന്ന് പറയുന്നത്? പോർട്ടൽ. ഓക്കെ സെക്കൻഡ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2020. രജിസ്റ്റർ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാം. കിട്ടില്ല നോക്കാം. ഞങ്ങൾ കൊറേ നോക്കി ഗൈസ്, നടക്കൂടെ എല്ലാം സൈറ്റ് ഭയങ്കര ബഗ്ഗായിരുന്നു. എന്തേലും പറയടേ, നടക്കൂടെ? തോറ്റാടാ, എണീറ്റ് പോണ പൂജടേ. തോറ്റാ പെണ്ണ് നശിപ്പിച്ച്. എന്റെ പള്ളി തോറ്റോ എന്തായാലും ദൈവത്തിനറിയാം. പൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ. പ്രാർത്ഥിക്കാം, എല്ലാരും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഓ പിന്നെ 2 വട്ടം നടക്കുവോ പൊന്നു വല്ലതും? ഈ കണ്ണാപ്പി പെമ്പിള്ളേരെ പേരെല്ലാം പൊന്നു തന്നെ. നമ്മുടെ സുജിനില്ലേ പൊന്നു, ആ പൊന്നൂസ്. പിന്നെ ഉപ്പുമുളക് ലൈറ്റിലെ പൊന്നു. ഇപ്പം പൂജാമല്ലും പൊന്നു. ഈ കണ്ണാപ്പി പിള്ളേരെല്ലാം പൊന്നുമുളക് തന്നെ. ഇതിന് മാത്രം എല്ലാം കൂടി പൊന്നു ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമോ എന്തോ. രാശി പേരുമില്ലാണോ എന്താ? ഇത്തിരി മിണ്ടാരിയുടെ, നീ വാടച്ച് മിണ്ടാരിയുടെ. കണവണാന്ന് വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കും. നടക്കുമല്ലോ അത്. നടക്കൂടെ, ഉറക്കം വരണ്ടേ? കഴിഞ്ഞിട്ട് വേണം പോയി കിടന്ന് ഉറങ്ങാൻ. തോറ്റാ ജയിച്ച നീ കരയണാ ചിരിക്കണ ദൈവത്തിനറിയാം. ഒന്നുകൂടി കര മോളെ. അമ്മേ
അയ്യോ അയ്യോ നമ്മുടെ പൂജ ജയിച്ചു. പറയൂ മാക് മാക് നമ്മുടെ പൂജ ജയിച്ചു. പറയൂ മാക് മാക് നമ്മുടെ പൂജ ജയിച്ചു. ജയിച്ചു ജയിച്ചു പറയൂ ഞങ്ങളുടെ പൂജ ജയിച്ചു. ജയിച്ചു പൂജ ജയിച്ചു. പറയൂ ഞങ്ങളുടെ പൂജ ജയിച്ചു. അഭിമാനിക്കാൻ പറ്റിയ നിമിഷം. എത്ര പ്ലസ് അടി കുട്ടി? ഗ്രൂപ്പ് മദേഴ്സ് എല്ലാം കത്തണം. ഗൈസ് അപ്പൊ എന്റെ റിസൾട്ട് വന്നു. ഇവിടെ ടെൻഷൻ അടിച്ചിരുന്നതാണ് ഗൈസ്. എന്തായാലും പാസ്സായി ഗൈസ്. പാസ്സായി. എ പ്ലസ് പറ. കോളുകളൊക്കെ വരുന്നുണ്ട്. അമ്മയാണ് വിളിക്കുന്നത്. അമ്മ എടുത്ത് പറയാം. വീഡിയോ എടുക്കുമ്പോ തന്നെ അമ്മ വിളിക്കുന്നത്. എന്തായാലും എ പ്ലസ് ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം ബോധ്യമായി. അല്ലെങ്കിൽ എടുത്തു പറയായിരുന്നു എനിക്ക് 5 A+, 4 A+ എന്നൊക്കെ. ഇതിൽ എ പ്ലസ് ഒന്നുമില്ല, പാസ്സായി. അതെങ്ങനെ? പഠിക്കാൻ വിട്ടപ്പോൾ പഠിക്കാൻ പോയ അവിടെ പഠിക്കാൻ വിട്ടപ്പോൾ പറണ്ടാൻ പോയി. മണ്ണപ്പം ചുട്ട് കളിക്കേണ്ട പ്രായത്ത് പ്രേമം. എന്നിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കാണ്ട് ഒളിച്ചോട്ടം പാറരടി. പിന്നെ എങ്ങനെ ജയിച്ചതേ? എനിക്ക് തോന്നുന്നു പണ്ടത്തെ നമ്മുടെ അബ്ദുൾ റബ്ബ് അങ്ങേര് പിന്നെ പരീക്ഷ എഴുതാത്തമാർക്ക് ഒരു റിസൾട്ട് കിട്ടൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതുപോലെ വല്ലതും ജയിച്ചതായിരിക്കും. അല്ലാണ്ട് ഇതെങ്ങനെ ജയിക്കുക എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഏത്? നമ്മുടെ അബ്ദുൾ റബ്ബ്. അങ്ങേര് ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് റിസൾട്ട് ഇല്ലാത്തവന്മാർക്ക് റിസൾട്ട് വന്നു. ഏത്? പരീക്ഷ എഴുതാത്തവന്മാർക്ക് റിസൾട്ട് വന്ന ചരിത്രമായിരുന്നു. അങ്ങനത്തെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മോളെ A+ ഒന്നും ഞാനും പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല. ഇനി ഉണ്ടോയെന്ന് അറിയില്ല, ഒന്നും പറയുന്നില്ല. നോക്കാം, അങ്ങോട്ടും നോക്കാം. എന്തായാലും പറ. ഹലോ, പാസ്സായി. ആണോ? അമ്മയ്ക്ക് എന്നാ വിഷയം? പാസ്സായില്ലേ? ശരി കൈ കോപ്പ്. ഞാൻ വെച്ച് തോക്കുമെന്ന്. നിന്റെ ഗിരിപ്പോശോ നിപ്പോശോ നിന്റെയൊക്കെ കളപ്പോശോ വെച്ചിട്ട് തോക്കുമെന്നാണ് വിചാരിച്ചത്. പാസ്സായി അല്ലേ? ശരി പറ. തീർന്നു, അത്രേ ഉള്ളൂ. ചോട്ട് ബീൻ 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 ചോട്ടു ബീൻ ചോട്ടു ബീൻ ചുക്കിയെ കറക്കും ബീൻ ഡാലിയെ കറക്കും ബീൻ. ഡാലിയല്ല കാലിയ. പറസ്യം വന്നിട്ടെ. ഇതെന്താ ഇങ്ങനെ? കൺഗ്രാജുലേഷൻ പൂജ. eligible for higher studies. ഇനിയെങ്കിലും പെണ്ണിനെ പഠിക്കാൻ വേണ്ടടാ. അവൻ വളച്ച് ഞാനൊന്നും പറയണില്ല, വളഞ്ഞ്. ഇത് എന്റെ പേര് തന്നെയാണ്. നിനക്ക് അതും കൂടെ ഞാൻ കാണിക്കാം. പൂജ ബി A+ കാണിക്കടി മോളെ. പിന്നെ A+ഒന്നും അല്ല കാര്യം, മാർക്കിലാണ്. അതെ A+ലല്ല കാര്യം, മാർക്കിലാണ്. അതിനർത്ഥം A+ ഇല്ല എന്നാണ്. A+ ഇല്ല. ഓക്കെ, A+ ഇല്ല, കൺഫേം ആയി. ഇനിയിപ്പോൾ എടാ എൻ്റെ ഒരു ഇതിൽ ജസ്റ്റ് പാസ്സെങ്കിലും ആവുക. പിന്നെ പെമ്പിള്ളാരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു 2-3 A+ എങ്കിലും വാങ്ങിയില്ലെങ്കിൽ അപമാനമാണ് കേട്ടോ. ഉള്ള കാര്യം പറയാം. കാരണം കുത്തിയിരുന്ന് പഠിക്കുന്ന ടീംസാണ് പെമ്പിള്ളാർ. പയ്യന്മാർ വാലേ കൊലേ നടക്കും. ഞാൻ എൻ്റെ ഒരു പഠിത്ത രീതി പറഞ്ഞുതരാം. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ സ്കൂളിലായാലും കോളേജിലായാലും പഠിക്കുന്ന കാലഘട്ടത്ത് ഞാൻ നല്ലപോലെ കളിച്ചിരിച്ച് നടക്കുന്ന മീൻസ് നമ്മളാലമ്പം അങ്ങനെ സ്കൂളിലായാലും വലിയ പഠിത്തക്കാരൊന്നുമില്ല. ഇങ്ങനെ കണ നടക്കുന്ന ടീംസായിരുന്നു. പക്ഷേ എക്സാമിന്, അതും ഈ മോഡൽ എക്സാം, മിഡ് ടേം എക്സാം, അതിനൊന്നുമല്ല, ഫൈനൽ ഇയർ എക്സാം, ഫൈനൽ എക്സാം, അതായത് നമ്മുടെ മെയിൻ എക്സാമിന് ഞാൻ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസം ഗ്യാപ്പ് കിടക്കുമ്പോഴേ പഠിച്ചു തുടങ്ങും. ട്യൂഷന് പോയിട്ട് ഞാൻ പഠിക്കും. അല്ലാതെ ഉള്ള ഇതല്ല, ട്യൂഷന് പോയിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. ഓക്കെ, നിങ്ങളതുപോലെ ആവണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ആ ഒരു ടൈമിൽ പഠിച്ചിട്ടാണ് അവസാനം പാസ്സായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കുകളൊക്കെ വാങ്ങാറുണ്ടായിരുന്നു, പാസ്സാവുമായിരുന്നു. ഡിഗ്രിക്ക് എനിക്ക് അങ്ങനെ അധികം സപ്ലി ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ആക്സിഡൻ്റ് ആയ സമയത്ത് അതിന് തൊട്ട് മുന്നേ ഉള്ള 2 സപ്ലിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഇല്ലായിരുന്നു. അതും എഴുതിയെടുത്ത് ഡിഗ്രിയൊക്കെ പാസ്സായി. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് കട്ടാകുമ്പോൾ ഞാൻ പോയി ട്യൂഷന് പോയിട്ട് പഠിക്കും. അത് എല്ലാവർക്കും അതുപോലെ പറ്റണമെന്നൊന്നുമില്ല, എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെയായിരുന്നു. അങ്ങനെ എനിക്ക് +2 2 A+, ബാക്കി 4 A ഉണ്ടായിരുന്നു. ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു തരാം. 10ൽ 1 B, അതായത് മാത്സിന് B, പിന്നെ 3 A+ എങ്ങാണ്ടായിരുന്നു. ബാക്കിയെല്ലാം A ആയിരുന്നു. ആ ഒരു സെറ്റപ്പായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വലിയ ഭുജിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് കട്ടാകുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ട്യൂഷനൊക്കെ പോയിട്ട് പഠിക്കുന്ന ഒരു ടീമായിരുന്നു. അതൊക്കെ ഒരു കാലം. എന്തായാലും മോളെ, നിനക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും പറണ്ടേയും പ്രാമിക്കാൻ പോയി, കല്യാണം പാറരടി, ഒന്നും പറയാനില്ല. മണ്ണപ്പഞ്ചിട്ട് കളിച്ച് കുഞ്ചു എന്ന പേര് വന്നു. ഞാൻ പാസ്സായിട്ടുണ്ട്. പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ, പാസ്സാവോ ഇല്ലയോ എന്നുള്ള
എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ ഞാൻ പാസ്സായി. ആ പാസ്സാവുമോ ഇല്ലേ എന്നുള്ള പേടിയായിരുന്നു. സാധാരണ പിള്ളേർക്ക് എ പ്ലസ് കിട്ടുമോ ഇല്ലേ എന്നൊക്കെയാണ് പേടി. ഇവിടെ പാസ്സാവുമോ എന്നായിരുന്നു പേടി. നല്ലതാടി. ഹയർ സ്റ്റഡീസിലേക്ക് പോവാം. എങ്ങോട്ട് പോകണം ഇനി ഹയർ സ്റ്റഡീസിന്? അതും കൂടി പറഞ്ഞിട്ട് പോവാ. ഏട്ടായി വിടുവോ ഹയർ സ്റ്റഡീസിനൊക്കെ? ദൈവത്തിനറിയാം. പിന്നെ അമ്മയൊക്കെ വന്നിട്ട് എന്താ അമ്മയൊക്കെ വിളിച്ച് അമ്മയോട് പറഞ്ഞു കേക്ക് മേടിക്കണം. നേരിട്ടുള്ള സന്തോഷ പ്രകടനങ്ങൾ നമ്മള് കാണിക്കാം. പിന്നെ കേക്ക് മേടിക്കണം. പിന്നെ എന്ത് വേണ്ട ഇനി? നമുക്ക് മാറിപ്പോകും. പിന്നെ മാളിലോട്ട് പോവാണ്. സ്നേഹം തേനല്ല മോഹം തേനല്ല. അപ്പൊ ഗൈസ് നമ്മള് എന്റെ പെർസെന്റേജ് കൂട്ടി. അപ്പൊ കൂട്ടിയിട്ട് എന്റെ പെർസെന്റേജ് എനിക്ക് കിട്ടിയത് 90.67% പെർസെന്റേജ് വന്നേക്കുന്നത്. 97.60% നിനക്ക്. ഒരു A+ പോലും ഇല്ലാത്ത നിനക്ക് A+ലൊന്നും കാര്യമില്ലെന്ന് നീ എന്നെ പറഞ്ഞു. അതിനർത്ഥം നിനക്ക് A+ ഇല്ല. ആ നിനക്ക് 90% മേളിൽ മാർക്ക്. നിനക്കപ്പോൾ ശതമാനം കൂട്ടാൻ നല്ലോണം അറിയാമെന്ന് എനിക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി. സൂപ്പർ, അടിപൊളി. നീ +2 ജയിച്ചാടി. എനിക്ക് സംശയമുണ്ട് കേട്ടോ, എനിക്ക് സംശയമുണ്ട്. നീ ഒന്നുകൂടി കൃത്യമായിട്ട് റിസൾട്ട് എടുത്ത് കാണിക്കും, ഗ്രേഡ് ഉൾപ്പെടെ. എനിക്ക് വിശ്വാസമില്ല, സത്യം. നീ തോറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് A+ പോലും ഇല്ലാത്ത നിനക്ക് 90% മേളിൽ മാർക്ക്. കൊള്ളാം. എടാ ഇവിടെ 2 A+ 4 A കിട്ടിയാലും 80% തോന്നുന്നു. എനിക്കന്ന് ഓർമ്മ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ A+ ഇല്ലാത്ത നിനക്ക് 90% മേളിൽ മാർക്ക്. സൂപ്പർ, കൺഗ്രാജുലേഷൻ. കൂടുതൽ ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞില്ലേ? പോണ്ട. ഇതാണ് കണക്കെടുപ്പെങ്കിൽ പോണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന. ജയിച്ചാടി പൊന്നെ നീ. പൊന്നുസേ ജയിച്ച മോളെ പൂജ? എനിക്ക് തോന്നുന്നില്ല. ജയം തോൽവിയുടെ പിന്നാടിയാണല്ലോ. നീ ജയിച്ചോന്ന് വരെ എനിക്ക് സംശയമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് കമന്റിലും ഷോർട്സിലും വന്ന് ചോദിച്ചു എന്താ റിസൾട്ട് പറയാത്തേന്ന്. ഇപ്പൊ ഞാൻ ജയിച്ചു, എലിജിബിൾ ആണ് അടുത്ത ഹയർ സ്റ്റഡീസിന് പോവാൻ. ഇപ്പൊ ടോട്ടൽ എന്റെ പെർസെന്റേജ് 90.67%. നീ മേടിച്ചു കൊടുക്കാൻ നിൽക്കട്ടെ. ആദ്യം അവർക്ക് കണക്ക് പഠിപ്പിച്ചോടും. 90% കഴിഞ്ഞു. 9% വല്ല ആയിരിക്കും. 90%. അയ്യോ, നല്ലപോലെ ശതമാനം കൂട്ടുന്നുണ്ട് നീ. എന്തായാലും മേടിച്ചു കൊടുക്കാൻ നീ പോണത് നീ ഏത് വഴിക്കോ പൊക്കോ. ഞാൻ കുറച്ച് കമൻസ് ഒന്ന് വായിക്കാം കേട്ടാ. കൺഗ്രാറ്റുലേഷൻ പൂജ ആൻഡ് ചോട്ടു ഓൾസോ ഫോർ സപ്പോർട്ടിങ് ഹെർ. പൂജയുടെ ബർത്ത്ഡേ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ A+ ഇല്ലാണ്ട് 90%. അതെ, വളരെ പ്രമുഖരായ വ്യക്തികളാണ്. 90.67% മീൻസ് നോട്ട് 67. ഇറ്റ്സ് 6-7. ആഫ്റ്റർ പോയിന്റ് വി വിൽ സേ ഇറ്റ് ആസ് 6-7. ഓക്കെ, അപ്പോൾ ഏജ് എത്രയായി ഈ കുട്ടിക്ക്? +2 ആണെന്ന് പറയുമ്പോൾ എന്താ ദൈവത്തിനറിയാം. ഇതെല്ലാം ഉടായ്പാണെന്ന് തോന്നുന്നു. ഇതുവരെ കഴിഞ്ഞതൊക്കെ വിട്. ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ നീ കണ്ടല്ലോ. നെക്സ്റ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ 50% മാർക്ക് മാത്രം മതി. നിനക്ക് 64.25% ഉണ്ട്. ഒരു കൊല്ലം നീറ്റിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്ത് നീ നീറ്റ് ക്ലിയർ ചെയ്ത് MBBS തന്നെ എടുത്ത് ഈ ആളുകളെ കാണിച്ചു കൊടുക്കണം പൂജ. നിനക്ക് അതിനുള്ള കാലിബറൊക്കെ ഉണ്ട്. അതെ, 64% നീ പറഞ്ഞത് 90%. ഓക്കെ, ഒരുപാട് കളിയാക്കലുകളും അവഗണനകളും കിട്ടണം. എന്നാലേ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു വാശി വരും. തീർച്ചയായും വാശി തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനം. സോ വാശിയോടെ പഠിച്ചു ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് ഈ കമൻസിനുള്ള മറുപടി. സോ മാർക്ക് കുറഞ്ഞതിന് വിഷമിക്കാതെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് നന്നായി ചെയ്ത് പൂജ തീർക്കാൻ ശ്രമിക്കണം. ഓൾ ദി ബെസ്റ്റ്. നിന്നെപ്പോലെ വേറെ ആർക്കും പറ്റില്ല ഇങ്ങനെ തള്ളി മറക്കണം. ഭയങ്കര തന്നെ. +2 ജയിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട്. 90, 200, 30 അല്ലേ കറക്റ്റ്? രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അവളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ദിസ് ഈസ് ഹെർ രജിസ്റ്റർ നമ്പർ ആൻഡ് ഡേ ഓഫ് ബർത്ത്. പ്ലീസ് ചെക്ക് ഇറ്റ് ഗൈസ്. ആൻഡ് ഹെർ പെർസെൻറ്റേജ് ഈസ് 64.3% എന്നാണ് ആരോ കമൻറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഞാൻ നോക്കട്ടെ. ഇതിപ്പോഴാണ് ഞാൻ കണ്ടത്, ലൈവായിട്ടാണ് ഞാൻ ഈ സാധനം കണ്ടത്. പറ്റുവാണെങ്കിൽ അവളുടെ ഇതെടുത്ത് ഞാൻ ഇവിടെ കൊടുക്കാം. ഫസ്റ്റ് സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആവും. അതിൽ 124. അയ്യോ, നഴ്സിംഗ് സൂപ്പറായിരിക്കും. ആൾക്കാരെല്ലാം നല്ല ഇതാണല്ലോ. 90, 67, 64 പാസ് ആയത് തന്നെ മഹാഭാഗ്യം.
90.67, 67 എന്നല്ല പറയേണ്ടത്. ഇവക്ക് 67 ഇല്ല. ഏത് 90% പോലും ഇല്ല. 0.67 എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ 90% പോലും അവക്കില്ല. മനസ്സിലായോ? 64% എങ്ങാണ്ടാണ്. ഞാനത് ഞാൻ റിസൾട്ട് എടുത്ത് ക്ലിയർ ചെയ്ത് തരാം. കിട്ടി മക്കളെ, കിട്ടി. പൂജ അമലിന്റെ പൂജയുടെ +2 റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കൊടുക്കാം, നിങ്ങൾ ഇതൊന്ന് കാണണം. പൂജ ബി, സ്കൂൾ കോഡ് ഇതാണ്, ഡാറ്റ ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് സയൻസ് ആണ് കേട്ടോ, സയൻസ് എടുത്താണ് മോള് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇംഗ്ലീഷിന്റെ സി മാർക്കാണ് ഇവിടെ കിടക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ 52, മലയാളത്തിന് 74, ഫിസിക്സിന് 30, കെമിസ്ട്രിക്ക് 26, ബയോളജിക്ക് 23, മാത്സിന് 35. ഓ വാട്ട് എ സാഡ്. ഇതെന്താ എറിഞ്ചു വാ. അടുത്ത് ഇംഗ്ലീഷിന് സെക്കൻഡ് ഇയറിൽ വന്നിട്ട് ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ ഓക്കെ കിടക്കണം. ഫസ്റ്റ് ഇയർ അങ്ങനെ ടോട്ടല് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് ഇയർ ഇത് എവിടെയാടാ, ഇത് കോപ്പ് ഗ്രാൻഡ് ടോട്ടൽ. ഓക്കെ, അങ്ങനെ ഇംഗ്ലീഷിന് കിട്ടിയിട്ടുള്ളത് ബി ഗ്രേഡ് ആണ്. കണ്ടല്ലോ, ഇംഗ്ലീഷ് ടോട്ടൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടി ചേർത്ത് ബി ഗ്രേഡ്. മലയാളത്തിന് എ. മലയാളമെങ്കിലും എഴുതി A+ എടുത്തുകൂടായിരുന്നു നമ്മളെ. എല്ലാവർക്കും ചുമ്മാ പുല്ലുപോലെ കിട്ടുന്ന സാധനം. ഓക്കെ, അടുത്ത് ഫിസിക്സിന് C+, കെമിസ്ട്രിക്ക് C+, ഇതേതാ ബയോളജിക്ക് ബി, മാത്തമാറ്റിക്സിന് C+. ഇതിൽ ഉള്ളതിൽ കുറച്ചെങ്കിലും മാർക്കുള്ളത് മലയാളത്തിന് എ. ഇവക്ക് കിട്ടിയിട്ടുള്ള ഗ്രാൻഡ് ടോട്ടല് 771. നിനക്ക് എങ്ങനെ 90% മാർക്ക് കിട്ടി? നീ എനിക്ക് കണക്കൊന്നും പഠിപ്പിച്ചു തരണം. നീ പഠിച്ച സ്കൂളിൽ ഏത് സ്കൂളാണെന്ന് എനിക്കറിയത്തില്ല, അവിടെ എന്താണ് നിന്നെ കണക്ക് പഠിപ്പിച്ചതെന്ന് എനിക്കറിഞ്ഞില്ല. നിനക്ക് കണക്കിനുള്ള മാർക്ക് C+ ആണ്. ഓക്കെ, നിനക്ക് C മാർക്കെങ്കിലും നേരെ തന്നിട്ടുണ്ട് അവർ. നോക്കട്ടെ, C മാർക്ക് ഫസ്റ്റ് ഇയർ അത്യാവശ്യം പിന്നെയും കിട്ടിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇയർ മൊത്തത്തിൽ ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ ഇംഗ്ലീഷിന് 128, മലയാളത്തിന് 200 കണക്ക് പോകുന്നത് കേട്ടോ. ഇംഗ്ലീഷിന് 128, മലയാളത്തിന് 179, ഫിസിക്സിന് 117, കെമിസ്ട്രിക്ക് 118, ബയോളജിക്ക് 122, മാത്തമാറ്റിക്സിന് 107 മാർക്ക്. ഇതാണ് ടോട്ടൽ 2 ഇയറും കൂടി ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇവളെന്ന് പറയുന്നത് എനിക്ക് 90% മാർക്കുണ്ട്. A+ലൊന്നും കാര്യമില്ല, 90% മാർക്കുണ്ടെന്ന്. അവിടെ തന്നെ ഉടായ്പകളെല്ലാം പൊളിഞ്ഞടുങ്ങി തരിപ്പണമായിട്ടുണ്ട്. അപ്പോൾ മാർക്ക് കാണാത്തവർക്കൊക്കെ മാർക്കുകളൊക്കെ ഇരുന്ന് കാണാം. എന്തിനാ പൂജയെ കുട്ടി മോളെ ഇങ്ങനെ കള്ളം പറയുന്നത്? എന്തിനാ നീ നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കുന്നത്? കണ്ട് ആരൊക്കെയോ നിന്റെ കമന്റ് ബോക്സിൽ കൊണ്ട് രജിസ്റ്റർ നമ്പറൊക്കെ അടിച്ചു വെച്ചിരുന്നു. ഞാൻ ചുമ്മാ ഒരു തപ്പി നോക്കിയപ്പോൾ ഉള്ളതാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ. എന്തായാലും കൊള്ളാം, മോട്ടിവേഷൻ മുക്കുത്തിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ പൂജ അമലിന്റെ പൂജ. വളരെ ഉയരങ്ങളിലേക്ക് എത്തിയിട്ട് കൂടുതലൊന്നും പറയാനില്ല. ഉടായ്പകളും കള്ളത്തനങ്ങളും പറയുന്നതിന് ഓരോ മാറ്റവും ഇല്ല. എന്തായാലും കൊള്ളാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ. തോക്കാത്ത തന്നെ ഭാഗ്യം.